അസ്സലാമു അലൈക്കും. വളരെ സിമ്പിളായി വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് അച്ചാർ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഒരു ബീട്രൂട്ട് കൊണ്ടാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ ഇത് ചോപ്പ് ചെയ്ത പോലെ ഇരിക്കും. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്കായിട്ട് വേണ്ടതാണ് ഈത്തപ്പഴം. 10-15 ഈത്തപ്പഴം നല്ല ചൂട് വെള്ളം ഒഴിച്ച് 10-15 മിനിറ്റ് വെച്ചാൽ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഒരു കടായിലേക്കായിട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് പച്ചമുളക് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്കായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ചേർത്ത് കൊടുത്ത ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റായി വന്ന് ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു കായപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മുളകിൻ്റെ ഒക്കെ ഒരു കുത്തൽ മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്തത്. വിനാഗിരി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ ദൈ പരുവമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് അച്ചാർ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.